ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഒരു ക്രിസ്പി സോഫ്റ്റ് വടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ഒരു 4 ഇഡ്ഡലി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒട്ടും പുളിപ്പില്ലാത്ത ഇഡ്ഡലി ആയിരിക്കണം എടുക്കുന്നത്. ഈ ഇഡ്ഡലി ഒന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ കറക്കി എടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞതും ഒരു 1/4 കപ്പ് ക്യാരറ്റും കുറച്ച് മുരിങ്ങയിലയും പകരം മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ യൂസ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു നുള്ളു കായപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് കടലപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു സോഫ്റ്റ് പരുവായിരിക്കണം. ഇനി കയ്യിൽ അല്പം എണ്ണ തടവി ഇതൊരു വട പോലെ ഷേപ്പ് ചെയ്തെടുക്കുവാണ്. ഇതെല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള വടയാണ്. ബാക്കി വന്ന ഇഡ്ഡലി കളയാതെ വൈകുന്നേരം ചായക്കൊപ്പം നമുക്ക് ഇതുപോലെയൊക്കെ വട ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.